നമസ്കാരം കേരള. എസ് രാജേന്ദ്രന് പിന്നാലെ ഇ.പി. ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോകുമോ? ന്യായമായ സംശയം തന്നെയാണ്. ആദ്യമായി പ്രകാശ് ജാവ്ദേക്കറെ കണ്ട രാജേന്ദ്രന് ബി.ജെ.പിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണെന്ന വാർത്തകൾ വരുമ്പോൾ ഇ.പി. പോകുമോ എന്ന സംശയമാണ് ഇപ്പോൾ പാർട്ടിക്കകത്തും പുറത്തുമെല്ലാം. അല്ലെങ്കിലും കമ്മ്യൂണിസത്തിന്റെ ശരിയായ ആശയങ്ങൾ മനസ്സിലാക്കി കൃത്യമായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാണോ ഇപ്പോൾ കേരളം ഭരിക്കുന്നതും ചെങ്കൊടി പിടിക്കുന്നതും എന്ന വലിയ സംശയം ആദ്യമേ നിലനിൽക്കുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ മുതൽ പെൻഷൻ, സപ്ലൈകോ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ കൂലി, റേഷൻ, തൊഴിലാളികളുടെ പ്രശ്നം, അഴിമതികൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായുണ്ട്. പക്ഷേ അവർക്കിടയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും നിരവധിയാണ്. CPIM നേതാക്കന്മാരൊക്കെ പാർട്ടി വിട്ട് ബി.ജെ.പിയിൽ ചേരുകയാണെന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. CPIM വിടുമെന്ന സൂചന നൽകി മുൻ MLA എസ് രാജേന്ദ്രൻ ബി.ജെ.പി നേതാക്കൾ വീട്ടിലെത്തി ബി.ജെ.പി പ്രവേശനം സംബന്ധിച്ച് സംസാരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പിയിലേക്ക് വരണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടെന്നറിയിച്ച അദ്ദേഹം CPIMനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. തനിക്കൊപ്പം നിൽക്കുന്നവരെ CPIM അടിച്ചൊതുക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടാ സംഘത്തെ ഉപയോഗപ്പെടുത്തിയാണ് ആക്രമണം. കൊരട്ടിക്കാട്ടിൽ 17കാരിക്ക് മർദ്ദനമേറ്റതും ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണമാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിയുടെ അറിവോടെയാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. CPIM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിലാണ് ഈ കൊട്ടേഷൻ സംഘം തങ്ങിയത്. അടിച്ചൊതുക്കാനാണ് പാർട്ടിയുടെ പരിശ്രമം നടത്തുന്നത്. 3ഇടങ്ങളിൽ തന്നെ അനുകൂലിക്കുന്നവരെ മർദ്ദിച്ചിട്ടുണ്ട്. ഉപദ്രവിക്കരുത് എന്ന് താൻ നേതാക്കളോട് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ തന്റെ ഭാര്യയെ പോലും കേസിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് അടികൂടി നടക്കട്ടെ, അന്നേരം ബി.ജെ.പിയിൽ പോകാമെന്ന് ആലോചിക്കാം. ജില്ലാ സെക്രട്ടറി പറഞ്ഞ പ്രത്യയശാസ്ത്രത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നടക്കില്ലായിരുന്നു. അടിച്ചൊതുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരിയായി പോകില്ല. തമിഴ്നാട്ടുകാർ തമ്മിലടിച്ച് തീർക്കട്ടെ എന്നാണ് പോലീസിന്റെ നിലപാടെന്നും രാജേന്ദ്രൻ പറഞ്ഞു. നേരത്തെ ബി.ജെ.പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെ തുടർന്ന് രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് പോകുകയാണെന്ന വാർത്ത ശക്തമായിരുന്നു. കൂടാതെ എസ് രാജേന്ദ്രനെ ബി.ജെ.പി നേതാക്കൾ മൂന്നാർ ഇഖാനഗറിൽ വീട്ടിലെത്തി സന്ദർശിച്ചതും വിവാദമായിരുന്നു. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീള ദേവി, മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് സന്ദർശനം നടന്നത്. മൂന്നാറിൽ മറ്റൊരു പരിപാടിക്കായി എത്തിയ ബി.ജെ.പി നേതാക്കൾ തന്നെ വന്നു കണ്ടതായിരുന്നുവെന്നാണ് എസ് രാജേന്ദ്രൻ അന്ന് വിശദീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം പാർട്ടിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. പക്ഷേ രാജേന്ദ്രന്റെ പിന്നാലെ ആരൊക്കെ പോകുമെന്ന സംശയത്തിലാണ് മുന്നണി നേതാക്കൾ.